ബ്ലാസ്റ്റ് ഈ വർഷം കണ്ടതിലെ ഏറ്റവും കിഡിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ സിനിമ കാണാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത തിയേറ്റർ, അതിന്റെ കഥ അത് ഒന്നൊന്നര കഥയാണ്. 2010 കൊച്ചിയിൽ ആദ്യത്തെ മൾട്ടിപ്ലക്സ് സിനിമാക്സ് വന്നതോടുകൂടി ഈ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞൊരു കലാരൂപം ഇല്ലാതായതാണ്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ കിട്ടി ടിക്കറ്റ് എടുത്ത് സംഗീത തിയേറ്ററിന്റെ അകത്തേക്ക് കയറി. ടിക്കറ്റിന് കൂടെ ബൈനോക്കുലർ ഇവർ തരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഫ്രണ്ടിലേക്ക് കയറി ഇരുന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ടൂറിസ്റ്റ് ബസിന്റെ ഏറ്റവും ബാക്ക് സീറ്റിലിരുന്ന് സിനിമ കാണുന്ന ഒരു ഫീൽ ഇല്ലേ. പക്ഷെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മുമ്പിലേക്ക് ആളുടെ തല കാരണം കാണാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നാണ് ഈ പടം കണ്ടു തീർത്തത്. 5.1 7.1 അറ്റ്മോസ്ഫിയർ DCP ഈ പടത്തിനുണ്ടെങ്കിലും ഇതുള്ള തിയേറ്ററിൽ ഈ പടം റിലീസില്ല. താങ്ക്സ് ടു ലിസ്റ്റിൻ സ്റ്റീഫൻ, അങ്ങ് മഹാനാണ്. ബ്ലാസ്റ്റ് തിയേറ്റർ ബ്ലാസ്റ്റ് ആവാനുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു കിഡിലൻ പടമാണ്. 2026 ഇതുവരെ കണ്ട സിനിമകളിൽ ഏറ്റവും കിഡിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു പടം എന്ന് പറയാൻ. ഏറ്റവും മികച്ച പടമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ്, ആക്ഷൻ സെറ്റ് പീസസ്, പ്രീതി മുകുന്ദൻ എന്ത് രസമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെ കിഡിലായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന വേറെ ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ഷൻ കിങ് അർജുൻ, പുള്ളിയുടെ കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രായത്തിലും എന്നാ ഒരു സ്വാഗ്, എന്നാ ഒരു ഓറ, ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ല. അഭിരാമി ഞെട്ടിച്ചു കളഞ്ഞു. എന്ത് രസമായിട്ടാണ് പുള്ളിക്കാർ വളരെ കൺവിൻസിങ് ആയിട്ട് ആ ഫൈറ്റ് സീക്വൻസ് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ആക്ഷൻ ടെംപ്ലേറ്റോടെ തന്നെ വലിയ കഥയുടെയോ അല്ലെങ്കിൽ തിരക്കഥയിൽ വലിയ ബ്രില്യൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ തിരക്കഥയിൽ കൊടുത്തിരിക്കുന്ന ഫോർ ഷാഡോയിങ്, ഓരോ ഡോട്ട്സ് ആയിട്ട് കണക്ട് ആവുന്ന വിധം, ആ ബ്രില്യൻസും ലെവലും കാര്യങ്ങളൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, പെർഫോമൻസ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ കിഡിലനാണ്. ടെക്നിക്കലി രവി ബാസു ലിറ്ററലി തിയേറ്റർ കത്തിച്ചു എന്ന് പറയാം. 2.5 മണിക്കൂറുണ്ടല്ലോ നിങ്ങൾക്ക് എവിടെയും ഒരു സിംഗിൾ സെക്കൻഡ് പോലും ബോറടിക്കാതെ ഗൂസ് ബംസ് മൊമെന്റ്സ് നൽകുന്ന ഇഷ്ടം പോലെ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നഷ്ടമാണ്. ഞാൻ ഈ സിനിമ കണ്ടത് എറണാകുളത്തുള്ള സംഗീത പോലുള്ള ഒരു കാച്ചറ തിയേറ്ററിലാണ്. ആ തിയേറ്ററിൽ കണ്ടിട്ട് പോലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പടത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് ഊഹിക്കാവുന്നുള്ളൂ. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം.